താരനാണ് മുടി കൊഴിച്ചിലുണ്ടാവാം. താരൻ കാരണം ആ താരൻ എന്ന് പറയുന്നത് വളരെ കട്ടിയായിട്ടും പ്രതലം പോലെ ഇളകി വരുന്നതും ഭയങ്കരമായിട്ട് എണ്ണമയം നിറഞ്ഞതുമായിട്ടുള്ള പൊറ്റ പോലെയുള്ളതിനാണ് നമ്മൾ താരൻ എന്ന് പറയുന്നത്. ആ എണ്ണമയം ചികിത്സിക്കാണ്ട് താരൻ ചികിത്സിക്കാൻ വേണ്ടി താരൻ ചികിത്സിക്കുകയാണെങ്കിൽ ആ മുടി കൊഴിച്ചിലിന് വ്യത്യാസം വരാം. അപ്പോൾ താരനാണോ അല്ലെങ്കിൽ ഡ്രൈനസ് ആണോ എന്നറിയാൻ എന്തായാലും നിങ്ങളൊരു സ്കിൻ ഡോക്ടറിനെ സമീപിക്കേണ്ടതാണ്. രണ്ടാമത് നോർമലായിട്ട് ഈ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഒരു പനി, സർജറി, പ്രഗ്നൻസിക്ക് ശേഷം ഇത് മൂലം ഉണ്ടാകുന്ന മുടി കൊഴിച്ചുകൾ ഒരു 6 മാസത്തിനുള്ളിലാണ് നോർമലി തിരിച്ചു വരിക. 6 മാസം തൊട്ട് 1 വർഷമായിട്ടും മുടി കൊഴിച്ചിൽ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറിനെ സമീപിക്കേണ്ടതാണ്. പിന്നെ രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറവ്, അനീമിയ, അയൺ ഡെഫിഷ്യൻസി അനീമിയ ഇതുണ്ടെങ്കിലും മുടി കൊഴിച്ചിൽ അനുഭവപ്പെടാം. തൈറോയ്ഡ് ഹോർമോണിൻ്റെ വ്യതിയാനങ്ങൾ ഉണ്ടെങ്കിൽ മുടി കൊഴിച്ചിൽ അനുഭവപ്പെടാം. അത് തൈറോയ്ഡ് ഹോർമോണിൻ്റെ അളവ് കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും മുടി കൊഴിച്ചിൽ അനുഭവപ്പെടും. അപ്പം മുടി കൊഴിച്ചിൽ എന്ന് പറയുന്നത് വെറുതെ സാധാരണമായിട്ടുള്ളൊരു മുടി കൊഴിച്ചിൽ എന്നുള്ളതിനേക്കാളും ഉപരി പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. അതിന് ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസും ആവശ്യമായി വരാം. അപ്പോൾ അതൊരു നമ്മൾ എപ്പോഴാണ് ഡോക്ടറിനെ സമീപിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു 150-ൽ കൂടുതൽ ദിവസവും മുടി പൊഴിയുകയാണ്, ഉള്ളു കുറയുന്നുണ്ട്, അതായത് തലയോട്ടി കാണുന്ന രീതിയിൽ മുടി കൊഴിച്ചിൽ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറിനെ സമീപിക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ നോർമലായിട്ട് ഒരു 6 മാസത്തിന് ശേഷം അല്ലെങ്കിൽ 1 വർഷം 2 വർഷമൊക്കെ ആയിട്ടും നല്ല രീതിയിൽ മുടി കൊഴിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിലും ഡോക്ടറിനെ സമീപിക്കേണ്ടതാണ്. ലിവറിലുള്ള പ്രശ്നങ്ങൾ, കിഡ്നിക്കുണ്ടാകുന്ന അസുഖങ്ങൾ ഇതെല്ലാം മുടി കൊഴിച്ചിലിന് കാരണമായേക്കാം. അപ്പോൾ ശരീരത്തിൽ ഉണ്ടാകുന്ന എന്ത് അസുഖത്തിൻ്റെയും ഒരു പ്രതിഫലനം മുടിയിൽ ഉണ്ടാവാം. അപ്പോൾ മുടി കൊഴിച്ചിലുമായിട്ട് ഡോക്ടറുടെ അടുത്തേക്ക് വരുന്ന ഒരു പേഷ്യൻറ്റിന് സാധാരണയായി എന്തെല്ലാം തരം ടെസ്റ്റുകളാണ് ചെയ്യുന്നത്? ഇപ്പോൾ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു ചില സന്ദർഭങ്ങളിൽ, മറ്റേത് തരത്തിലാണ്? അല്ലെങ്കിൽ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസ് തന്നെ ഏതെല്ലാം ടെസ്റ്റുകളാണ്? നമ്മൾ കാരണം എന്താണ്, മുടി കൊഴിയാനുള്ള കാരണങ്ങൾ എന്താണ് എന്നറിഞ്ഞിട്ടാണ് നമ്മൾ ചികിത്സ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കാരണങ്ങൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ ആദ്യം ഒന്ന് ക്ലിനിക്കിൽ ഒരു പേഷ്യൻറ്റ് വരുമ്പോൾ നമ്മൾ ആദ്യം പ്രോപ്പറായിട്ട് ഹിസ്റ്ററി എടുക്കും. അതിൽ നിന്ന് തന്നെ അവർക്ക് എന്തെങ്കിലും ടാബ്ലറ്റ് കഴിക്കുന്നുണ്ടോ, ഇപ്പോൾ കീമോതെറാപ്പി എടുത്തിട്ട് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുള്ളവർക്ക് മുടി കൊഴിച്ചിൽ ആ ഗുളികകളുടെ സൈഡ് ഇഫക്റ്റ് ആയിട്ട് വരാം, അതിൻ്റെ ഭാഗമായിട്ട് മുടി കൊഴിച്ചിൽ വരാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ടാബ്ലറ്റുകൾ സ്ഥിരമായിട്ട് കഴിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും ഒരു സർജറി കഴിഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഹിസ്റ്ററി നമ്മൾ ഏറ്റവും ആദ്യം നോക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ആളുടെ മുടിയാണ് പരിശോധിക്കുക. ആ മുടിയിൽ താരൻ്റേതായിട്ടുള്ള എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഡ്രൈനസ് ഉണ്ടോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വട്ടം മുടി കൊഴിച്ചിലുണ്ടോ. ഈ സാധാരണ രീതിയിൽ മുടി കൊഴിച്ചിൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒപ്പിയിൽ ഒരു പേഷ്യൻ്റ് വന്നിരുന്നു. 1 വർഷമായിട്ട് അവർക്ക് മുടി കൊഴിച്ചിലിന് വേണ്ടിയിട്ട് അവർ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ ഒരു 3-4 ഡോക്ടർമാരെ സമീപിച്ചതിന് ശേഷമാണ് എൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അവർ ഈ പറഞ്ഞ പോലെ എല്ലാ ടാബ്ലറ്റുകളും ഓയിൻമെൻറ്റുകളും എല്ലാം പുരട്ടുന്നുണ്ടെങ്കിലും അവർക്ക് മുടി തിരിച്ച് വളരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ വട്ടത്തിലുള്ള പാടുകളായിരുന്നു കൂടുതലായിട്ടും. ചില ഏരിയാസിൽ വട്ടത്തിലുള്ള മുടി കൊഴിച്ചിൽ സംഭവിക്കാറുണ്ടോ? വരാറുണ്ട്. കുട്ടികളിലും കാണാറുണ്ട്, മുതിർന്നവരിലും കാണാറുണ്ട്. അപ്പം അത് സാധാരണ മുടി കൊഴിച്ചിൽ എന്നുള്ള രീതിയിലല്ല ചികിത്സിക്കേണ്ടത്. അത് അലോപേഷ്യ ഏരിയേറ്റ എന്ന് പറയുന്ന ഒരു അസുഖമാണ്. അത് ഓട്ടോ ഇമ്മ്യൂൺ അസുഖമാണ്. അപ്പോൾ അത് തിരിച്ചറിഞ്ഞ് അതിൻ്റെ പ്രോഗ്നോസിസ്, അതിൻ്റെ ടൈപ്സ് അനുസരിച്ച് നമ്മുടെ ചികിത്സാ രീതികളും എല്ലാം മാറും. അപ്പോൾ എന്തായാലും ഒരു മുടി കൊഴിച്ചിലുണ്ട് എന്നുണ്ടെങ്കിൽ ഡോക്ടറിനെ സമീപിക്കുക തന്നെ ആവശ്യമായി വരും. പിന്നെ ഈ പറഞ്ഞ പോലെ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസിൽ നമ്മൾ നോർമലി ചെയ്യാറുള്ളത് ഹീമോഗ്ലോബിൻ്റെ അളവ്, അല്ലെങ്കിൽ എന്തെങ്കിലും അനീമിയ ഉണ്ടോ, അയൺ ഡെഫിഷ്യൻസി അനീമിയ ഉണ്ടോ എന്നറിയാനായിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യും. തൈറോയ്ഡ് ഹോർമോണിൻ്റെ വ്യതിയാനങ്ങളുണ്ടോ എന്നറിയാനായിട്ട് പിന്നെ സീറം, ഫെറിറ്റിൻ അങ്ങനത്തെ ബ്ലഡ് ടെസ്റ്റുകളാണ് ചെയ്യാറ്. പിന്നെ എന്തെങ്കിലും അസുഖങ്ങളുള്ളവർക്ക്, ഇപ്പോൾ കിഡ്നിയുടെ അസുഖമോ അല്ലെങ്കിൽ ലിവറിൻ്റെ പ്രശ്നങ്ങളോ ഉള്ളവർക്ക് ആ ടെസ്റ്റുകളും നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ താരൻ മുടി കൊഴിച്ചിലിന് ഒരു കാരണമാണ്. നമുക്ക് താരൻ കംപ്ലീറ്റ് ആയിട്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുമോ? എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് രീതികളാണ്? എല്ലാവർക്കും ഉള്ള സംശയമാണ്. താരൻ്റെ ഷാമ്പു ഉപയോഗിച്ചിട്ടുണ്ട്, താരന് ഉപയോഗിക്കുന്ന ഷാമ്പു മേടിച്ച് ഉപയോഗിച്ചിട്ടും മാറുന്നില്ല. അപ്പം ആദ്യം മനസ്സിലാക്കാനുള്ളത് താരൻ എന്തുകൊണ്ടാണ് വരുന്നത് എന്നറിയാനാണ്. താരൻ വരുന്നത് നമ്മുടെ ആ തലയോട്ടിയുടെ എണ്ണമയം കാരണമാണ്. എണ്ണമയം കൂടുതലായിട്ട് വരുമ്പോൾ ഫംഗസ് ഗ്രോ ചെയ്യാൻ സാധ്യതയുണ്ട്. ആ ഫംഗസ് ഇൻഫെക്ഷനാണ് ഈ താരൻ അല്ലെങ്കിൽ സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നത്. അത് തലയിൽ മാത്രമല്ല, പുരുകത്തിൽ, ചെവിയുടെ ബാക്കിൽ, കക്ഷത്ത്, ബ്രസ്റ്റിൽ എല്ലായിടത്തും ഇതേപോലെ പ്രതലം പോലെ പൊളിഞ്ഞു വരാം. അതിനെയാണ് സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നത്. ഒരാളുടെ
ഈ സ്കാൽപ്പിൻ്റെ, അതായത് തലയോട്ടിയുടെ എണ്ണമയം കാരണമാണ് അവിടെ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുള്ളത്. അപ്പം നമ്മളൊരു ആൻറ്റി ഫംഗൽ ഷാമ്പൂ കൊടുക്കുമ്പോൾ അതിൻ്റെ എണ്ണമയം കുറയുകയും ഉള്ള ആ ഫംഗസിനെ റിമൂവ് ചെയ്യുകയും ആണ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ആ ജന്മന അല്ലെങ്കിൽ ജനിതകമായി നമുക്ക് കിട്ടിയിട്ടുള്ള ആ എണ്ണമയം അതുകൊണ്ട് കുറയുന്നില്ല. അത് കറക്റ്റഡ് ആവുകയാണെങ്കിൽ താരൻ കംപ്ലീറ്റ് ആയിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് ഒരു മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കൽ എന്ന രീതിയിൽ നമ്മൾ മെയിൻ്റനൻസ് ആയിട്ട് ആൻറ്റി ഫംഗൽ ഷാംപൂസും അതിനനുസരിച്ച് അതിന് ഫലപ്രദമായിട്ടുള്ള ഗുളികകളും ഉണ്ട്. അതനുസരിച്ച് നമുക്ക് കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റും. ഒരു മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ ആ ഒരു രീതിയിലോട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഡോക്ടർ, ഈ മുടി കൊഴിച്ചിൽ ഫലപ്രദമായി തടയാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരുപാട് എണ്ണകളുടെയും ലോഷൻസിൻ്റെയും എല്ലാം പരസ്യങ്ങൾ കാണാറുണ്ട്. ഒരുപാട് ആളുകൾ അതൊക്കെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഉപയോഗിക്കുന്നുണ്ടാകാം. അതിൻ്റെയൊക്കെ എന്താ പറയുക, റിസൾട്ട് എത്രത്തോളം ഉണ്ടാകും? അത് ശരിക്കും അതിലേതെങ്കിലും കുറച്ചെങ്കിലും ഫലപ്രദമായിട്ടുണ്ടാകും? ഒരു മുടിക്ക് എണ്ണയുടെ ആവശ്യം എന്താണ് എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കണം. നമ്മൾ കേരളീയരാകുമ്പോഴത്തേക്കും നമ്മുടെ ഇവിടെ ഭയങ്കരമായിട്ടും വേർപ്പ് തങ്ങി നിൽക്കുക അല്ലെങ്കിൽ ഒരുപാട് വേർക്കുക ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം എല്ലാ ദിവസവും നമ്മൾ കുളിക്കുകയും ചെയ്യുന്നവരാണ്. അപ്പം അതിൽ ഓൾറെഡി നമ്മുടെ ബോഡിയിൽ ഒരു എണ്ണമയം ഉണ്ടാവും. ആ എണ്ണമയം നമ്മുടെ മുടിക്ക് അത് കോട്ടിംഗ് ആയിട്ട് വരികയും ചെയ്യും. അതിൻ്റെ കൂടെ നമ്മൾ ഒരുപാട് എണ്ണ പുറമേ നിന്ന് പുരട്ടുമ്പോൾ ഇത് അകത്തോട്ട് അല്ലെങ്കിൽ റൂട്ടിനകത്തോട്ട് പോകാനുള്ള വഴികളില്ല. ഒന്നാമത്തെ കാര്യം, നമുക്ക് ഈ പുറമേ നിന്ന് ലഭിക്കുന്ന എണ്ണകളിൽ എന്താണ് കണ്ടന്റ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. അതുകൊണ്ട് എത്രത്തോളം ഫലപ്രദമാണ് എന്ന് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പറയാനും സാധിക്കില്ല. എണ്ണ മുടിക്ക് അതിൻ്റെ ടെക്സ്ചർ നിലനിർത്താൻ വേണ്ടിയിട്ട് ആവശ്യമാണ്. അത് വെറും കോക്കനട്ട് ഓയിൽ ആയിരിക്കും ഏറ്റവും നല്ലത്. ഈ വിവിധ തരം ഷാമ്പുകളുടെ ഉപയോഗം മുടിനെ എങ്ങനെ ബാധിക്കുന്നുണ്ട്? ഷാംപൂ എല്ലാവർക്കും ഇതുണ്ട്. ഡെയിലി ഷാംപൂ യൂസ് ചെയ്യണോ അല്ലെങ്കിൽ എന്ത് ഷാംപൂ ആണ് യൂസ് ചെയ്യേണ്ടത്, ഷാംപൂ വിത്ത് കണ്ടീഷണർ വേണോ വേണ്ടയോ എന്നുള്ളത്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ മുടിയും വ്യത്യസ്തമാണ്. ഓരോരുത്തർക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഷാംപൂ ചൂസ് ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ പറയുള്ളൂ. കാരണം ചിലരുടെ മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ കുറച്ച് ഫോർ ഡ്രൈ ഹെയർ എന്ന് തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഷാംപൂസ് ഉണ്ടാവും. ആ ഷാംപൂ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. കാരണം ഓൾറെഡി ഡ്രൈ ആണ്. അതിൻ്റെ കൂടെ നമ്മൾ വീണ്ടും ഷാംപൂ യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഡ്രൈനെസ് കൂടാനാണ് സാധ്യത. അപ്പോൾ കൂടുതലായിട്ട് ഇപ്പോൾ ഓയിലി ഹെയറിനൊരു ഷാംപൂ ഉണ്ട്. എപ്പോഴും ഷാംപൂവും കണ്ടീഷണറും സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യുക. ഷാംപൂ എന്ന് പറയുന്നത് നമുക്ക് ക്ലീൻ ചെയ്യാനും അവിടെ എന്തെങ്കിലും അഴുക്കുകൾ ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യാനും വേണ്ടിയിട്ടുള്ളതാണ്. കണ്ടീഷണറാണ് അതിനൊരു നോർമൽ ടെക്സ്ചർ, അതിൻ്റെ ഒരു തിളക്കം എല്ലാം നിലനിർത്തുന്നത് കണ്ടീഷണറാണ്. അപ്പോൾ ഓരോരുത്തർക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് മാത്രം യൂസ് ചെയ്യുക. എല്ലാ ദിവസവും ഷാംപൂ ചെയ്യുന്നത് നമ്മുടെ മുടിയെ ദോഷമായിട്ട് ബാധിക്കാം. ഇപ്പം നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ ഒരു 2-3 ദിവസം ഷാംപൂ ചെയ്യുന്നത് മതിയാവും. ഡോക്ടർ, അതുപോലെ തന്നെ അകാല നര ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ചെറുപ്രായത്തിൽ തന്നെ മുടി നരച്ചു തുടങ്ങുമ്പോൾ ആൾക്കാർ നാച്ചുറലായിട്ട് അത് കളർ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ഹെയർ കളേഴ്സ് ധാരാളമായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ വിറ്റഴിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ആളുകൾ അത് നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഈ മുടി കൊഴിച്ചിലിന് ഒരു കാരണമാകുന്നുണ്ടോ, ഹെയർ കളേഴ്സിൻ്റെ ഉപയോഗം? എന്ത് ട്രീറ്റ്മെൻറ്റ് ഓൺ ഹെയർ, അതായത് ഹെയർ സ്ട്രെയിറ്റൻ ചെയ്യുക, ബ്ലീച്ച് ചെയ്യുക, പെർമിങ്, സ്മൂത്തനിങ്, ഇതെല്ലാം നമ്മൾ കെമിക്കൽ അപ്ലൈ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇപ്പം നോർമലി ഒരു മുടിക്ക് 7 ആകിരണങ്ങളാണ് ഉണ്ടാവുക. ഒരു മുടി എന്ന് പറയുന്നത് 7 ആകിരണങ്ങളാണ്. അതിലുള്ളിൽ ഡൈസൾഫൈഡ് ബോണ്ട് ഉണ്ട്. അപ്പം എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെങ്കിലും ഈ ഡൈസൾഫൈഡ് ബോണ്ട് ബ്രേക്ക് ചെയ്യപ്പെടും. അതായത് അത് ബന്ധിച്ചു കഴിഞ്ഞാൽ മാത്രമാണ്